ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ വിനയൻ ഫോൺ വിളിക്കുന്നത് മാഷിൻ്റെ ഫോണിലോട്ടാണല്ലോ. അപ്പോൾ ഫോൺ എടുക്കുന്നത് രഘു ആയതുകൊണ്ട് തന്നെ ഇതെന്താ രഘുവേട്ടൻ്റെ കൈകളിൽ മാഷിൻ്റെ ഫോണ്, എന്താ അച്ഛനും എന്നെ മനഃപൂർവ്വം ഒഴിവാക്കിയിരിക്കുകയാണോ എന്ന് ചോദിക്കുമ്പോൾ അതല്ല, അമ്മാവൻ ഇവിടെ ഇല്ല എന്ന് പറയട്ടോ. അവിടെ പോയി എന്ത് പറ്റി എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ വിനയ, ഞാൻ പറയുന്ന കാര്യം നീ മാത്രമേ കേൾക്കാൻ പാടുള്ളൂ, മറ്റുള്ളവർ ആരും അറിയാൻ പാടില്ല എന്ന് പറയുമ്പോൾ എന്താ രഘുവേട്ട കാര്യം പറഞ്ഞോളൂ എന്ന് പറഞ്ഞ ഉടൻ തന്നെ അതെ, അമ്മാവൻ ആരോടൊന്നും പറയാതെ ഈ ഫോണും വീട്ടിൽ വെച്ചിട്ട് അമ്മാവൻ എവിടോട്ടോ പോയിരിക്കുന്നു. എന്താ ഈ പറയുന്നത്? അതെ, അമ്മാവൻ എങ്ങോട്ടോ പോയിരിക്കുന്നു എന്ന് പറയട്ടോ. ഇത് കേൾക്കുന്ന വിനയൻ എന്ത് പറ്റിയെന്ന് ചോദിക്കുമ്പോൾ അറിയില്ല, മക്കളെയൊക്കെ ധിക്കാരം കാണിക്കുന്നത് കൊണ്ടോ എന്തോന്നും അറിയില്ല, മക്കളുടെയൊക്കെ ഭർത്താക്കന്മാർ അവരെ നോക്കുന്നില്ല എന്നൊരു തോന്നൽ കൊണ്ടോ എന്തോന്നും അറിയില്ല, എന്തായാലും അമ്മാവൻ മിസ്സിങ് ആണ് എന്ന് പറയട്ടോ. അപ്പം ഇത് കേട്ടോടെ തന്നെ രഘു ഈ വാക്കുകൾ പറയുമ്പോൾ വിനയന് വളരെ തളർച്ചയാവണം. ഇങ്ങനെ വിനയനോട് പറയുന്നുണ്ട്, ഇക്കാര്യം നീ മാത്രമേ അറിയാൻ പാടുള്ളൂ, മറ്റുള്ളവർ അറിയാൻ പാടില്ല എന്ന് പറയുന്നു കേട്ടോ. എന്നാൽ ഈ സമയം വിനയൻ ഇങ്ങനെ സങ്കടത്തോടു കൂടി ഇങ്ങനെ നിൽക്കുമ്പോൾ രഘു പറയാണ്, നീ സങ്കടപ്പെടേണ്ട വിനയ, നിൻ്റെ കാര്യങ്ങളൊക്കെ ഞാനും ദാസേട്ടനും ഇന്ദ്രനും കൂടി ശരിയാക്കി തരും, നീ പേടിക്കേണ്ടതില്ല എന്ന് പറയുമ്പോൾ വിനയൻ്റെ മനസ്സിൽ ആ ഒരു ആളിക്കത്തൽ മാറിയിരിക്കുന്നു കേട്ടോ. പിന്നീടാണെങ്കിലോ ഇന്ദ്രനെയും അനുപമയാണ് കാണിക്കുന്നത്. ഇന്ദ്രൻ പറയണേ, ഞാൻ പോട്ടെ, എന്തായാലും നിങ്ങൾ സങ്കടപ്പെടേണ്ട എന്നൊക്കെ പറയുമ്പോൾ അനുഭവം പറയാണ്, ഇപ്പോൾ ഈ വീട്ടിൽ രഘുവേട്ടനും ഇല്ല, ഇന്ന് രാത്രിയാണെങ്കിലോ ഈ വീട്ടിൽ താമസിക്കാൻ വലിയ പേടിയാണ്, രാത്രി ഇവിടെ വല്ലാത്തൊരു പേടി പിടിച്ച അവസ്ഥയാണ്, അതുകൊണ്ട് തന്നെ പേടിയുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ രഘുവേട്ടൻ ഒരുപക്ഷെ വരുമായിരിക്കും എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ എന്തായാലും ഞാൻ രഘുവിനെ കാണട്ടെ, ദാസ് വിളിച്ചിരിക്കുന്നു, ദാസാറിനോട് കാര്യം വെളിപ്പെടുത്തിട്ട് നിങ്ങൾ പേടിക്കണ്ട എന്നിങ്ങനെ പറഞ്ഞിട്ട് അനുഭവം അവിടെ നിന്ന് പോകുന്നു കേട്ടോ. പിന്നീട് ശബരിയാണ് കാണിക്കുന്നത്. ശബരി തൻ്റെ വീട്ടിലോട്ട് വരുമ്പോൾ രാമനാഥൻ പറയണേ, നീ നിന്ന് നേരം വഴുകിയത് തേടെ അടുത്തോട്ട് പോയത് കൊണ്ടായിരിക്കുമല്ലേ, നീ കന്യാശ്ശേരി മനയിലോട്ട് പോയിട്ടുണ്ടാവില്ലേ എന്ന് പറയുമ്പോൾ അച്ഛൻ വിളിച്ച് പറയുമ്പോഴേക്കും പോകാൻ എനിക്കെന്താ വട്ട, അതിൻ്റെ ആവശ്യമുണ്ടെന്ന് തോന്നിയിട്ടില്ല, എൻ്റെ മനസ്സിനെ ഞാനൊന്ന് പാകപ്പെടുത്തട്ടെ, അതെന്താടാ, അതെന്താണ് എൻ്റെ പ്രശ്നം? അപ്പോൾ തന്നെ അതൊന്നുമില്ല, അവൾ ആ കന്യാശ്ശേരി മനയിലോട്ട് വരുന്ന കാര്യം എന്നോടൊന്ന് പറഞ്ഞിട്ട് പോലല്ല, അങ്ങനെയുള്ള ഞാൻ നാണം കെട്ട് അങ്ങോട്ടേക്ക് കയറി ചെല്ലാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഉടൻ തന്നെ രാമനാഥൻ പറയാണ്, മാഷ എനിക്ക് വിളിച്ചിരുന്നു, മാഷ എന്നോട് പറഞ്ഞു, മക്കളെ അച്ഛൻ്റെ തണലിലായത് കൊണ്ട് തന്നെ അവരവരുടെ ജീവിതത്തിൻ്റെ സേഫ് നോക്കുന്നില്ല, അച്ഛൻ നോക്കിക്കോളും എന്നാണ് അവർ ചിന്തിക്കുന്നത്. അവരുടെ ഭർത്താക്കന്മാരാണെങ്കിലോ പഞ്ചരത്നത്തിൽ തൻ്റെ ഭാര്യയും മകനും തൻ്റെ ഭാര്യയും കുഞ്ഞുങ്ങളും സേഫാണെന്ന് തോന്നുന്നത് കൊണ്ട് തന്നെ എല്ലാ അച്ഛൻ്റെ തലയിൽ കെട്ടിയിട്ട് അവർ പിന്നീട് അങ്ങോട്ടേക്ക് തിരിഞ്ഞു നോക്കാതെ മക്കളെ വെറുതെ വിട്ടിരിക്കുകയാണ്. അക്കാരണം കൊണ്ടാണ് ഞാൻ ഇങ്ങനെ പിരിഞ്ഞു നിൽക്കുന്നത്. ഇനി എല്ലാവരുടെ ഭാര്യയും കുഞ്ഞുങ്ങളെയും നോക്കേണ്ട ഉത്തരവാദിത്തം അവരിലുണ്ട് എന്ന് രാമനാഥനോട് പറഞ്ഞു എന്ന് രാമനാഥൻ ശബരിയോട് പറയാണ് കേട്ടോ. അത് കേൾക്കുന്ന ശബരി അങ്ങനെ പറഞ്ഞു എന്ന് ചോദിക്കുകയാണ്. അങ്ങേരുടെ മനസ്സിൽ അങ്ങനെയുണ്ട്, അനന്ത മാഷി എന്നോട് അങ്ങനെ വെളിപ്പെടുത്തി എന്ന് പറഞ്ഞ ഉടനെ ശബരി പറയണേ, അച്ഛാ അവൾ കന്യാശ്ശേരി മനയിലോട്ട് അവൾ മാറുമ്പോൾ എന്നോടൊന്ന് വിളിച്ചു പറഞ്ഞിട്ടില്ല, എന്നെ ഒരു ഭർത്താവായി അവൾ കണ്ടിട്ടില്ല, അതുകൊണ്ട് തന്നെ എനിക്കും അവളെ ഒന്ന് നേർവഴിക്ക് കൊണ്ടുവരണമെന്നൊക്കെ ഉണ്ട്. പക്ഷേ ഇപ്പോഴെൻ്റെ അതിനെ പാകപ്പെടുത്തട്ടെ, അവിടോട്ട് അവൾ വിളിക്കാതെ ഞാൻ അങ്ങോട്ടേക്ക് കയറിച്ചില്ല എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ച് അതൊരു ടെൻഷനുള്ള കാര്യം തന്നെയാണ്. അതിനെ മനസ്സ് പാകപ്പെട്ട് കഴിഞ്ഞാൽ ഞാൻ പൊയ്ക്കൊള്ളാം എന്ന് പറഞ്ഞ് ശബരി പോകുമ്പോൾ അന്ത പറയും, അച്ഛാ ഇനി എന്ത് ചെയ്യും, ദയും കുഞ്ഞും അവിടെ ഒറ്റയ്ക്കല്ലേ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ എന്തെങ്കിലും വഴി ഈശ്വരൻ കാണിച്ചു തരുമെന്നിങ്ങനെ രാമനാഥൻ പറയുന്നു കേട്ടോ. എന്നാൽ ഈ സമയം ദാസു രഘുവും ഇന്ദ്രനും കൂടി കണ്ടുമുട്ടിയിരിക്കുകയാണ്. അങ്ങനെ അവർ തമ്മിൽ സംസാരിച്ചും കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഉടൻ തന്നെ രഘു പറയുന്നുണ്ട്, ഇന്ദ്ര നിനക്ക് വിളിച്ചിരുന്നോ എന്നൊക്കെ എന്നെ ചോദിക്കുമ്പോൾ എനിക്ക് വിളിച്ചിരുന്നോ മാവ് ഇങ്ങനെയൊക്കെ പറഞ്ഞു. അപ്പോൾ ദാസ് പറയുന്നത്, നിങ്ങൾക്ക് വിളിച്ചതുപോലെ എനിക്കും വിളിച്ചിരുന്നു, ഒരിക്കലും മാഷി അവരുടെ പെമ്മക്കളെ വിട്ടിട്ട് പോയതല്ല, പെമ്മക്കളൊക്കെ തന്നെ ഇഷ്ടത്തിന് ഓരോരോ കാര്യങ്ങൾ കാട്ടുമ്പോഴും അതുപോലെ തന്നെ പെമ്മക്കളെ കല്യാണം കഴിച്ചവർക്ക് അച്ഛൻ്റെ തണലിൽ പെമ്മക്കൾ ഉണ്ടല്ലോ എന്ന ആ ഒരു സമാധാനത്തോടും കൂടി ആയതുകൊണ്ട് തന്നെ തൻ്റെ പെമ്മക്കളൊന്നും ഭർത്താക്കന്മാരെ തിരിഞ്ഞു നോക്കുന്നില്ല എന്നൊരു ഒരു തോന്നലും അദ്ദേഹത്തിലുണ്ട്, അതുകൊണ്ടാണ് നിങ്ങളൊക്കെ വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞതെന്ന് പറയുമ്പോൾ അവിടെ ഇന്ദ്രൻ പറയാണ്, അച്ഛൻ എന്നോട് ഈ ഒരു വിളി ആദ്യം വിളിക്കുകയായിരുന്നെങ്കിൽ എൻ്റെ തെറ്റുകുറ്റങ്ങൾ അച്ഛന് മുന്നിൽ ഇന്ന് കരഞ്ഞതുപോലെ എനിക്കെല്ലാം ഏറ്റുപറയായിരുന്നു, പക്ഷേ അത് പറയാൻ എനിക്ക് പറ്റിയില്ല, അച്ഛൻ്റെ വിളി വരികയാണെങ്കിൽ എന്നോ ഞാൻ നേരായിരുന്നു എന്ന് പറയുന്നിട്ടോ. അതുകൊണ്ട് ചില കാര്യങ്ങൾ ഞാൻ എൻ്റെ അമ്മയുടെ വാക്കുകൾ കേട്ടു, ഇനി അങ്ങോട്ട് എൻ്റെ ഭാര്യയും എൻ്റെ കുഞ്ഞും മറ്റെന്തും കഴിഞ്ഞിട്ടേ ഉള്ളൂ എനിക്കതുകൊണ്ട് എൻ്റെ അമ്മയെ ധിക്കരിച്ചാണെങ്കിലും അവരെ ഞാൻ നോക്കും എന്നിങ്ങനെ ഇന്ദ്രൻ പറയുന്നു കേട്ടോ. എന്നാൽ ഈ സമയം ദാസു പറയാണ്, എന്തായാലും ഇനി നമുക്ക് 3 പേർക്കുമാണ് ഈ അധികാരം തന്നിട്ടുള്ളത്, പഞ്ചരത്നത്തിലെ 5 പെമ്മക്കളെയും മാഷില്ലാത്ത കുറവ് നികത്തി അതുപോലെ തന്നെ അവരുടെ ഭർത്താക്കന്മാരുടെ അടുത്തോട്ടും പറഞ്ഞയക്കുന്ന ആ ഡ്യൂട്ടി നമ്മളുടേതാണ് എന്നവർ പറയുന്നു കേട്ടോ.
ഇതേ സമയം അനുഭവം ഇങ്ങനെ മുറ്റത്ത് നിൽക്കുമ്പോൾ അതേ കാണാം ഫോണിന് റേഞ്ച് കിട്ടുന്നില്ല ഈ മനയിൽ. അങ്ങനെ ഒരു പ്രശ്നമുണ്ടല്ലോ, എന്തായാലും റേഞ്ച് കിട്ടുന്ന സിം ഏതാണെന്ന് അന്വേഷിച്ച് കണ്ടെത്തി അത് മൊബൈലിലോട്ട് ഇടണം എന്നൊക്കെ പറഞ്ഞ് ദേ ഇങ്ങനെ നീങ്ങി നീങ്ങി മുറ്റത്തോട്ട് പോകുമ്പോൾ കാണാം മഞ്ചാടി അർജുൻ്റെ കൂടെ ബൈക്കിൽ വന്നിറങ്ങുന്ന കേട്ടോ. ഇത് കാണുന്ന അനുഭവം ആകെ ഞെട്ടിപ്പോവാണ്. ഈശ്വര, ഇവള് വളരെ സന്തോഷവതിയാണ് രഘുവേട്ടൻ ഈ വീട്ടിൽ നിന്ന് പോയതിൽ. എന്നാൽ രഘുവേട്ടൻ ഇല്ലാത്ത ഈ കുറവ് ഇവൾക്ക് എങ്ങനെ മനസ്സിലാക്കി കൊടുക്കും, എങ്ങനെ ആ സത്യം ഇവളെ മനസ്സിലാക്കും? ഈശ്വര, എന്തെങ്കിലും ഒരു വഴി കാണിച്ചു തരണേ എന്ന് പറയുമ്പോഴാണ് അർജുൻ്റെ ബൈക്കിൽ വന്നിട്ട് ഇങ്ങനെ മഞ്ചാടി ഇറങ്ങുന്നത് കേട്ടോ. മഞ്ചാടിയാണെങ്കിൽ ഇറങ്ങിയതിന് ശേഷം അവനുമായി ഒരുപാട് നേരം സംസാരിക്കുന്ന ഇവരൊക്കെ നോക്കി നിൽക്കണം. അപ്പോൾ ദേ ഇത് നോക്കി നിൽക്കുന്നുണ്ട്. മഞ്ചാടി പറയുന്നത്, ഇന്നിപ്പോൾ രഘുവേട്ടൻ ഇവിടെ ഇല്ല എന്നുള്ള സത്യം എന്നോട് ദയച്ചേച്ചി വിളിച്ചു പറഞ്ഞതുകൊണ്ട് ഞാൻ നിന്നെ ഈ വീട്ടുമുറ്റത്ത് വരെ കൊണ്ടുവന്നത്. നാളെ മുതൽ ഞാൻ പോകുമ്പോൾ നിൻ്റെ കൂടെ വരാം, പക്ഷെ അത് ഈ വഴിക്കല്ല, വേറൊരു വഴി ഞാൻ പറഞ്ഞിട്ടില്ല. അവിടെ നീ വന്ന് നിന്നാൽ മതി, തിരിച്ച് അങ്ങനെ ആവാം എന്ന് പറയാണ്. ചേച്ചിമാരൊന്നും വലിയ ബുദ്ധിമുട്ടില്ല, പക്ഷേ എൻ്റെ ഈ പറയുന്ന രഘുവേട്ടൻ അതൊരു ബുദ്ധിമുട്ട് തന്നെ എന്നിങ്ങനെ പറയുന്നു കേട്ടോ. എന്നാൽ ഈ സമയം മഞ്ചാടി അവനെ പറഞ്ഞു വിട്ട് മഞ്ചാടി ദയക്ക് മുന്നിൽ വരുമ്പോൾ ദയ ചോദിക്കണേ, കെടി നീ അവനുമായി ഇത്രയും നേരം ബൈക്കിൽ തന്നെയല്ലേ വന്നത്, പിന്നെ എന്തിനാ നീ ഈ വീട്ടുമുറ്റത്ത് വന്ന് ഇറങ്ങിയിട്ട് അവന് പിന്നെയും നീ സംസാരിക്കാൻ നിൽക്കുന്നത്? അതിന് മാത്രം നിങ്ങൾക്ക് എന്ത് സംസാരിക്കാൻ എന്ന് പറഞ്ഞ ഉടനെ തന്നെ മഞ്ചാടി പറയാണ്, എൻ്റെ ഫ്രണ്ട് അല്ലേ, എൻ്റെ ഫ്രണ്ട് ആയതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് പല കാര്യങ്ങളും സംസാരിക്കാനുണ്ടാവും, അതുകൊണ്ടാണ് ജയിച്ച് സംസാരിച്ചത്. ഇവിടെ ഇപ്പോൾ എന്താ പ്രശ്നം? രഘുവേട്ടനൊന്നും ഇല്ലല്ലോ, ദയച്ച് അത് വിളിച്ചു പറഞ്ഞത് കൊണ്ടാണ് അവനുമായി ഞാൻ ഇത്രയും നേരം ഇവിടെ സംസാരിച്ചത് എന്ന് പറഞ്ഞത് അമ്പിളി അവിടെ അനുപമ അങ്ങ് കേൾക്കണം കേട്ടോ. അനുപമക്ക് അത് കേട്ട് നിൽക്കാൻ കഴിയില്ല. അപ്പോഴേക്കും അനുപമ അങ്ങ് ഓടി വന്നിട്ട്, എടി രഘുവേട്ടൻ ഉള്ളതാണോ നിൻ്റെ പ്രശ്നം? രഘുവേട്ടനെയൊക്കെ നിന്നെ നേരാക്കാനാണ് നടത്തുന്നത്, അല്ലാതെ ഇവൾക്ക് അതൊക്കെ വിളിച്ചു പറയാൻ കഴിഞ്ഞു? രഘുവേട്ടൻ നിങ്ങളുടെയൊക്കെ നല്ല ഭാവിക്ക് വേണ്ടി രഘുവേട്ടൻ ഇതൊക്കെ ചെയ്യുന്നത്? ഞാനൊന്ന് ചോദിക്കട്ടെ, ഇത്രയും നേരം ബൈക്കിൽ വന്ന നിനക്ക് ഇനിയിപ്പോൾ ഇവനുമായി ഇത്രയും നേരം സംസാരിക്കാൻ എന്താണുള്ളത്? അത് ഓർമ്മയിൽ ഇരിക്കുന്നത് നല്ലതാണ്. എന്തായാലും രഘുവേട്ടനൊക്കെ അല്ലേ നിൻ്റെ ഭാരം. രഘുവേട്ടൻ ഇനി വീട്ടിലോട്ട് വരില്ല, അതുപോലെ തന്നെ നിൻ്റെ അച്ഛനും വരില്ലടി, ചോദ്യം ചെയ്യാൻ അച്ഛനും എത്തില്ല എന്ന് പറയുമ്പോൾ മഞ്ചാടിക്ക് അത്ര വലിയ വിലയൊന്നും തോന്നുന്നില്ല കേട്ടോ. അങ്ങനെ മഞ്ചാടി അകത്തോട്ട് കയറിപ്പോകുന്നു, കൂടെ അനുപമയെ അങ്ങ് കയറിപ്പോടുന്നു. എന്നാൽ ഈ സമയം ദയയുടെ മുഖം ആകെ മാറി വരുന്നുണ്ട്, എന്തോ ഒരു ബുദ്ധിമുട്ട് മയക്കുള്ളത് പോലെ കാണിക്കുന്നു കേട്ടോ മുഖഭാവം. പിന്നീട് ചിരുവിനെയാണ് കാണിക്കുന്നത്. ചിരു ഇങ്ങനെ ചായട്ടം കൊണ്ടിരിക്കുമ്പോൾ മഞ്ചാടി അങ്ങോട്ടേക്ക് വരികയാണ്. അപ്പോൾ ഉടൻ തന്നെ മഞ്ചാടി പറയണേ, എടി നീ ഇപ്പോൾ ഇന്ന് അവനുമായി ബൈക്കിൽ വരേണ്ട ആവശ്യം നിനക്ക് എന്താ? അതിപ്പോൾ അത്ര വലിയ തെറ്റാണ് എൻ്റെ ചേച്ചി. ഞാനൊന്ന് വന്നതെന്ന് കരുതിയിട്ട് എന്താ? രഘുവേട്ടനില്ലാന്ന് കരുതി, അമ്പിളി ചേച്ചി ഇല്ലയെന്ന് കരുതി തോന്നിയതുപോലെ നടക്കുന്ന ഈ സ്വഭാവം ഉണ്ടല്ലോ, അതൊക്കെ നിർത്തിയേക്ക്. അതെന്താ, ഞാനിത് ചെയ്തത് വലിയ തെറ്റൊന്നും അല്ലല്ലോ. തെറ്റൊന്നുമില്ല. ഇന്ന് ഈ വീട്ടിൽ എന്തൊക്കെ നടന്നു നിന്നോട് ദയ വിളിച്ച് പറഞ്ഞില്ലേ? എന്ത് നടന്നു? നിൻ്റെയും ദയയുടെയും പെരുമാറ്റ രീതി കൊണ്ട് തന്നെ നീ നിൻ്റെ അച്ഛന് കൊടുത്ത വാക്ക് നീ തെറ്റിക്കണ്ട. എൻ്റെ അച്ഛന് ഞാൻ വാക്ക് കൊടുത്തിട്ടുണ്ട്, ഞാൻ പഠിച്ച് നല്ല നിലയിൽ എത്തുമെന്ന വാക്ക്, അത് ഞാൻ പ്രാവർത്തികമാക്കുക തന്നെ ചെയ്യും. എന്നാൽ നിന്നെ ഞാനൊരു കാര്യം ഓർമ്മപ്പെടുത്തുന്നു, ഇതുപോലെ ഒരുത്തനുമായി എനിക്ക് ഇറങ്ങി നടന്നിട്ട് അതിൽ അനുഭവിച്ച ദുരിതങ്ങൾ എന്തൊക്കെയാണെന്ന് നിനക്ക് നന്നായി അറിയില്ലേ? ഇനി വീണ്ടും വിഡ്ഢിത്തത്തിലോട്ട് ചാടാൻ നിൽക്കരുത്. അത് കേൾക്കുന്ന മഞ്ചടി വരെ ഞാൻ ഒരിക്കലും ചാടില്ല. എന്നാൽ നീ ഒരു കാര്യം ഓർത്തോ, ചാടുമെന്ന് തോന്നിയത് കൊണ്ടാണ് അച്ഛൻ മക്കളെയോട് പോലും ഒരു വാക്ക് പറയാതെ അച്ഛൻ എന്നേക്കുമായി എവിടോട്ടാണ് പോയതെന്നറിയാതെ അച്ഛൻ പോയിരിക്കുന്നു. എന്നാൽ അച്ഛൻ പോകുന്നതിന് മുന്നേ ഏൽപ്പിക്കേണ്ടവരൊക്കെ ഏൽപ്പിച്ചിട്ടുണ്ട്. എന്താ നിങ്ങൾ പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അപ്പോൾ ദയൊന്നും ഇത് നിന്നോട് പറഞ്ഞില്ലേ? ഇല്ല, ദയച്ച് പറഞ്ഞില്ല. എന്നാൽ ഇന്ദ്രേട്ടൻ വന്നപ്പോഴാണ് ഈ സത്യങ്ങൾ അറിഞ്ഞത്. ഇന്ദ്രേട്ടൻ വരുന്നതിന് മുന്നെയാണ് ദയച്ച് എനിക്ക് വിളിച്ചത്. എന്താ നീ ഒരു കാര്യം ഓർത്തോ, അച്ഛനെ മക്കളിൽ നിന്ന് അത്രയും മനോവിഷമം കിട്ടിയത് കൊണ്ട് തന്നെ അച്ഛൻ നമ്മളോട് ആരോടും ഒരു വാക്ക് പറയാതെ അച്ഛൻ വീട് വിട്ടിറങ്ങിയിരിക്കുന്നു. എന്നാൽ രഘുവേട്ടനെയും ഈ പറയുന്ന ഇന്ദ്രേട്ടനെയും ദാസങ്ങളിനെയും വിവരം അറിയിച്ചിട്ടുണ്ട്. അവരെ 3 പേരെയും ഏൽപ്പിച്ചിട്ടാണ് പോയിരിക്കുന്നത്. അതുകൊണ്ട് അച്ഛന് ഉള്ളപ്പോൾ എന്തും നടത്താം എന്നൊരു തോന്നലുണ്ട്. പക്ഷേ അച്ഛനില്ലാതെ അവരുടെ കീഴിൽ നമ്മൾ വളരുകയാണെങ്കിൽ ഒന്ന് പേടിക്കേണ്ടതുണ്ട് മോളെ. പഴയതുപോലെ തുള്ളിച്ചാടി നടക്കുമ്പോഴൊക്കെ അവിടുന്ന് ചോദ്യങ്ങൾ വരും. അപ്പോൾ ഒന്ന് നല്ലതാണ് ഒന്ന് ചിന്തിക്കുന്നത് എന്ന് പറയുമ്പോൾ അദ്ദേഹക്കൊരു പേടി വരുന്നു കേട്ടോ. ഈശ്വര, ഇനിയിപ്പോൾ അവരുടെയൊക്കെ ചോദ്യം അത് പേടി തന്നെയെന്ന് ദയയുടെ ഉള്ളിൽ തോന്നി തുടങ്ങണം കേട്ടോ.